ഹലോ ഗായ്സ്. ഈ അടുത്തിടെ റിലീസായ പടങ്ങൾ റിലീസ് ടൈമിൽ പോയി കാണാൻ പറ്റിയില്ല. തിരക്കായിരുന്നു കുറച്ച്. പക്ഷേ സമയം കണ്ടെത്തി ഞാനൊരു സിനിമ കണ്ടു. ഇന്നലെ 10 മണിക്കത്തെ ഷോക്ക് റിലീസായിട്ട് കുറച്ച് ദിവസം ഒരു സിനിമയാണ് നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളിയുടെ പടമല്ലേ, കംബാക്ക് പടമല്ലേ എന്നൊക്കെ പോയി കണ്ടതാണ്. പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി ഈ സിനിമ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഒരു 20 മിനിറ്റിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു. ഒരു സിനിമ 20 മിനിറ്റിൽ നമ്മളെ ബോറടിപ്പിച്ചിട്ട് പിന്നീട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സിനിമകളുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ ബോറടിപ്പിച്ചു. ഒരു തിരക്കഥയുടെ ഒരു ബലക്കുറവ് ഈ സിനിമ കണ്ട്. പിന്നെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് എന്താണ്, നമ്മുടെ പാർട്ടികളുടെയൊക്കെ അവരുടെ പൊളിറ്റിക്സും, അവർ മതം വെച്ചിട്ട് പൊളിറ്റിക്സ് ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഇതൊരു ക്ലീശേ സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നി. പണ്ട് മറ്റേ നമ്മുടെ പണ്ടത്തെ സിനിമകളൊക്കെ സന്ദേശം അതുപോലത്തെ സിനിമകളൊക്കെ പറയുന്ന അതേ ടൈപ്പ് അങ്ങനത്തെ ഒരു ഇതാണ് സിനിമയിലൂടെ പറയുന്നത്. വേറൊരു രീതി പറയുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എന്താ പറയുക, എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ട 2 സീൻ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് എനിക്ക് ഒന്നാമത്തെ പേര് സലീം കുമാറിൻ്റെ ഒരു സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒറ്റ സീൻ മതി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു 2-3 ഡയലോഗുണ്ട്. ഇപ്പോൾ ഡിജോൻ്റെ ഒരു സംവിധായകൻ്റെ ജനഗണമനയൊക്കെ കണ്ടില്ലേ, ചോദ്യം ചെയ്യലുകളാണ് സിനിമ. അപ്പോൾ ഇതിനകത്തൊരു ചോദ്യം ചെയ്യൽ സംഭവം വന്നപ്പോൾ അടിപൊളിയായിരുന്നു. സലീം കുമാറിൻ്റെ സീൻ പുള്ളി ക്യൂനിലൊക്കെ ചെയ്ത പോലത്തെ ഒരു സംഭവം. പിന്നെ വന്നത് ഒരു തെയ്യത്തിൻ്റെ ഒരു സീൻ, തെയ്യവും പിന്നെ മറ്റേ ഒരു മുസ്ലിം പെൺകൊച്ചായിട്ടുള്ളൊരു സീനുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് പറയാൻ മാത്രം ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ ഇതിനകത്ത് വേറെ ഒരു നീമ്പോഴൊരു കൂട്ടുകാരനുണ്ടല്ലോ, ധ്യാൻ ശ്രീനിവാസൻ ചെയ്തൊരു വേഷം കട്ട വേർപ്പിക്കലായിരുന്നു. അനശ്വരക്കൊക്കെ ഇതിനകത്തൊരു ക്യാരക്ടർ ഒന്നുമില്ല, വെറുതെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. പിന്നെ നിവിൻ പോളി ചെയ്യാവുന്നതിലൊരു മാക്സിമം പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരക്കഥക്ക് ഇത്ര വിലക്കുറവ് വരുമ്പോഴാണ് ഒരു നടനൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരിത് വരുന്നത്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സിനിമ രക്ഷപ്പെട്ടത് നിവിൻ പോളിയുടെ ഒരു 20 മിനിറ്റ് സ്ക്രീൻ ടൈമിലാണ്. ആ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് പറഞ്ഞാൽ നിവിൻ പോളി ഇല്ലെങ്കിൽ ആ സിനിമ ഒന്നുമില്ല, അതൊരവസ്ഥയാണ്. ഇത് നിവിൻ പോളി കുറേ കഴിയുന്നിടത്ത് പുള്ളിയുടെ ഒരു ഹ്യൂമർ ടൈമിംഗ് ഒക്കെ വെച്ച് സംഭവം ബാലൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ തിരക്കഥ വളരെ മോശം, ഇതിൻ്റെ കാസ്റ്റിങ് വളരെ മോശം, എല്ലാം കൊണ്ടൊരു ജനഗണമന എടുത്തൊരു സംവിധായകൻ്റെ സിനിമയാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സിനിമ ആയിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ രാത്രി 10 മണിക്കത്തെ ഷോക്കാണ് പോയത്. എനിക്ക് ഉറക്കം വന്നിട്ട് അതിന് പടം ഫസ്റ്റ് ഹാഫിന് മുമ്പാണ് ഉണ്ടായത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഇൻ്റർവെല്ലിന് കുറച്ച് ഞാൻ കണ്ണടച്ചിരുന്നു. പിന്നെ കാരണം പടം ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും എത്ര ഉറക്കം വന്നാലും നമ്മളത് കാണാൻ നോക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉറങ്ങിയത് ഇതിനു മുമ്പുള്ള സിനിമക്ക് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ വാരിസ് എന്ന് പറഞ്ഞ സിനിമക്ക് ഞാൻ സിനിമ പോലും കണ്ടില്ല. അത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി, നല്ല രീതിക്ക് ഉറങ്ങി. പിന്നെ OTT വന്നപ്പോൾ ഉറങ്ങിയ സീൻസിൻ്റെയൊക്കെ ബാക്കിയിരുന്ന് ഞാൻ കണ്ട്. ഇത് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എണീപ്പിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും, പിന്നെ അങ്ങോട്ട് ഡൗൺ ആക്കി കളയും. ഈ സിനിമ ഈ മലയാളി ഫ്രം ഇന്ത്യ വന്നിട്ട് ചില സമയത്തൊക്കെ നല്ലൊരു ഇത് വന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആക്കി കളയും. പിന്നെ ഇത് വന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആക്കി കളയും, പിന്നെ ഫുള്ള് ഡൗൺ ആണ്. പിന്നെ പടം പോരാ.
അതാണ് 100% പറയണ. പടം പോരാ ഇത് എനിക്ക് വർക്കായില്ലേ. കുറേ പേര് അപ്പുറത്ത് നിന്നൊക്കെ ചിരിക്കണുണ്ടാകുന്നത്. എന്ത് കേട്ടിട്ടാണ് ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഓരോരുത്തരുടെ ഒരു കാര്യം. എന്നാൽ പോലും ഒരു ചേട്ടൻ അപ്പുറത്ത് നിന്ന് അവസാനത്തെ സീനൊക്കെ വന്നപ്പോൾ കരയാനുണ്ടായിരുന്നു. അപ്പോൾ ചില ഓഡിയൻസിനെയൊക്കെ സിനിമ ക്യാച്ച് ചെയ്യും. അപ്പോൾ എൻ്റെ ഒപ്പം വന്ന ഒരുത്തന് അവൻ പറഞ്ഞല്ലോ 2024 അടുത്ത അപരാധം, ഡിജോ അപരാധം എന്നൊക്കെ പറഞ്ഞ് അവൻ പറയണ്ടായിരുന്നു, കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. വെറുപ്പിക്കലായിരുന്നു പടം. വെറുതെ സമയവും പൈസയും പോയ ഒരു ഐറ്റം എടുത്ത. ഞാൻ അരമന 4 പോയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഇത് പ്രേതത്തിനെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിലൊന്ന് പ്രേതം വരുമ്പോൾ പേടിക്കെങ്കിലും ചെയ്യായിരുന്നു. പടം പൊട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു പ്രേതമൊക്കെ വരില്ലേ. അങ്ങനത്തെ സീനെങ്കിലും കാണാമായിരുന്നു. ഇതിനകത്തൊരു ഒന്നുമില്ല സിനിമ. അപ്പം അത്രേ ഉള്ളൂ സിനിമ. ഇത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. പടം വളരെ മോശമാണ്. ഇത് ഈ ആഴ്ച തന്നെ തിയേറ്ററിൽ നിന്ന് പോകും, വേറെ അടുത്ത പടം പിടിക്കും. അപ്പോൾ നീമ്പോളുടെ ഒരു വർഷം ശേഷം ഒരു കംബാക്കാണ് ഇത്. പിന്നെ പുള്ളിക്ക് കംബാക്ക് എന്നുള്ളൊരു പേടില്ല. പുള്ളി ഒരു സ്റ്റാറാണ്. പുള്ളിയുടെ ഒരു സ്റ്റാർഡം, പുള്ളി എത്ര ഫ്ലോപ്പ് കൊടുത്താലും പുള്ളി ചെയ്തു വെച്ച സംഭവത്തിൽ പുള്ളി എന്ന് ഫീൽഡിൽ നിലനിൽക്കും. നല്ല അതിനനുസരിച്ചുള്ളൊരു കഥയും സംവിധാനമൊക്കെ വന്നു കഴിയുമ്പോൾ പുള്ളി കയറി കളം പിടിക്കും. അതത്രേ ഉള്ളൂ. അല്ലാതെ പുള്ളീനെ ഫീൽഡ് ഔട്ടാക്കുക അങ്ങനത്തെ ഒരു താരമല്ല നിവിൻ. അപ്പം ഇത് പോരാ, പടം പോരാ, അത്ര ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഒരു സംഭവം എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമ കാണാതെയാണ് റിവ്യൂ ഇടുന്നതെന്ന് പറയുന്ന കുറേ പേരുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയെങ്കിൽ വെറുതെ കുറേ സിനിമ റിലീസ് ചെയ്തു. എനിക്ക് വേണമെങ്കിൽ റീച്ചിന് വേണ്ടി സിനിമകൾ കണ്ടെന്നും പറഞ്ഞ് നെഗറ്റീവ് റിവ്യൂ ഇടാം ഇല്ലേ. പക്ഷെ ഞാൻ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന ഒരാളാണ് ഞാൻ. കാണാതെ നമ്മൾ പറയില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റുകൾ കുറേ കണ്ടിരുന്നു, അങ്ങനത്തെ കുറേ കമൻറ്റുകൾ. അപ്പോൾ ഒരു പടം എനിക്കിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയും. അത് ആവേശത്തിനും വർഷങ്ങൾക്ക് ശേഷത്തിനൊക്കെ നല്ല ഇതിട്ട് അത് നല്ല പടമാണെന്ന് പറഞ്ഞിട്ട് ജയഗണേഷ് മാത്രം മോശം പടമെന്ന് ഇട്ട്. ജയഗണേഷ് എനിക്ക് നല്ല തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ലത് തന്നെ ഇടും. ഇത് മോശം പടത്തിന് നമ്മ എന്തിന് നല്ലത് പറയണം? ഇപ്പോൾ കോക്കണ്ണനൊക്കെ കുറച്ച്, അശ്വന്ത് കോക്കെന്ന് പറഞ്ഞ പുള്ളിയൊക്കെ ഇപ്പോൾ കുറച്ച് നല്ല പടങ്ങൾക്ക് അത്ര വലിച്ചു കീറലില്ല. പക്ഷെ അത് ഇതിനൊക്കെ നല്ല രീതിയിൽ വലിച്ചു. ഇങ്ങേർക്ക് കോക്കെന്ന് പറഞ്ഞ പുള്ളിക്ക് മോഹൻലാലിനെയും മമ്മൂക്കനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം വലിച്ചു കീറാൻ നല്ലോണം അറിയാം. പുള്ളിക്ക് അതിന് മാത്രമേ അറിയുള്ളൂ. ഇങ്ങനത്തെ പടത്തിനൊക്കെ അധികം മറ്റേ ജയഗണേശനൊന്നും അധികം വലിച്ചു കീറിയില്ല. അതെന്താണത്? അപ്പോൾ അതാണ് പ്രശ്നം. അപ്പം എല്ലാവർക്കും ആ ഒരു രീതി കൊടുക്കുക. ഇന്നൊരാൾക്ക് മാത്രം ഒരു ടാർഗറ്റ് ചെയ്ത് പുള്ളി ചെയ്യുകയാണെന്നല്ല പറയണം. അപ്പം ഈ ജയഗണേശനും ഇതിനൊക്കെ അത്രയും വലിച്ചു കീറൽ പുള്ളി വീഡിയോയിൽ ചെയ്തിട്ടില്ല. ഒരു ഭയങ്കര ഒരു നോർമലായിട്ടുള്ള പരസ്യം ഇങ്ങനെ പറയുന്നത്. ഒരു ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയൊക്കെ പടം വന്നതിനെ അയാളിട്ട് വലിച്ചു കീറും. അപ്പം അതാണ് എനിക്കപ്പോൾ തോന്നിയ സംഭവമാണ്. ഇയാൾ ഇപ്പോൾ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മതത്തിൻ്റെയും ഇതൊക്കെ ഉള്ള കൊണ്ടായിരിക്കാം. ഇങ്ങേർക്ക് തന്നെ പേടിയാണ്. ഈ കമൻറ്റിൽ താഴെ വന്നിടുന്നവന്മാർ സുഡാപ്പിന്നും സംഘീന്നും കമ്മിന്നൊക്കെ വിളിക്കുന്ന ഒരു ഏർപ്പാടുള്ളതുകൊണ്ട് പേടിയാണ്. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ കയറി വലിച്ചു കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി പ്രശ്നമാണ്. പുള്ളിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെയും ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. ഈ ഇവന്മാരെ കൊണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്കിട്ടുള്ളൊരു അണ്ണാക്കിട്ട് കൊടുക്കലാണ് ഈ ഒരു സിനിമ, ഈ മലയാളി ഫ്രം ഇന്ത്യ. പക്ഷെ അത് പറഞ്ഞ രീതി വളരെ മോശമായി. ഒരു ഏറ്റവും ഇതല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് പടം മോശമാണ്. അപ്പം ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ട് ഈ ജാതിയുടെയും ഇതിൻ്റെയൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യുകയും ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണ കുറേ കമൻറ്റിൻ്റെ താഴെ ഒന്ന് നോക്കിയാൽ കാണാം. ഇതുപോലത്തെ കുറേ വേസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ
ഇവന്മാരൊക്കെയാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ശാപമായി എനിക്ക് തോന്നിയത്. അപ്പം അങ്ങനെയുള്ള ഇതിനൊക്കെ ഈ സിനിമ നല്ല മെസ്സേജൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇത് വിഷ്വലി കണക്റ്റ് ആയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിലുണ്ട്, പോയി കാണുക. OTT കാണുന്നവർക്ക് OTT കാണുക, കാണാണ്ടാത്തവർക്ക് കാണണ്ട. ഓക്കെ, ബൈ എന്നാൽ.